താങ്കൾ ഭയങ്കര പാരവപ്പായിരുന്നു എന്നാണ് മാലികേജി പറഞ്ഞത്. അങ്ങനല്ല, മോഡൽ സ്കൂളിൽ 1-ാം ക്ലാസ് തൊട്ട് 4-ാം ക്ലാസ് വരെ പഠിച്ചാണ് ഞാൻ. എ ഡിവിഷനിൽ, ഇത് ബി ഡിവിഷനിലാണ്. അപ്പോൾ ഈ ഞങ്ങളുടെ ക്ലാസ്സിൽ ക്ലാസ് ടീച്ചർ വരാത്തപ്പം മോണിറ്ററായിട്ട് അടുത്ത ക്ലാസ്സിലെ മല്ലികയാണ് വരുന്നത്. അന്ന് മോഹമല്ലിക എന്നാണ് പേര്. കൈനിക്കര ഫാമിലിയിൽ നിന്ന് വരുന്ന എൻ്റെ ഒരു എടുപ്പും ജാടയൊക്കെ ഉണ്ട് നടത്തിയിലൊക്കെ. എല്ലാവരും ഒരു പുച്ഛം, പിന്നെ പഠിക്കാൻ മിടുക്കി, പാടാൻ അറിയാം, അങ്ങനെ എന്തുകൊണ്ടും ഒരു ടോപ്പാണ് അവിടെ. ഒരിക്കലും ഞാൻ ക്ലാസ്സിൽ സംസാരിക്കുന്നതിൻ്റെ പേരെഴുതി വയ്ക്കും. എനിക്ക് സ്ഥിരം മല്ലിക വന്നിട്ട് അവിടെ ഇങ്ങനെ പേരെഴുതി വെച്ച് അടി വാങ്ങിച്ചു തരും. അപ്പോൾ അന്ന് എൻ്റെ ഒരടി ഇത്ര, ഒരു ഗജം എത്ര കണ്ടി എന്നൊക്കെ ഉണ്ടോ. ഒരു ദിവസം സാറ് വന്നപ്പോഴത്തേക്കും മല്ലിക പറഞ്ഞു കൊടുത്തു, സുധീർ കുമാർ എന്ന് എൻ്റെ പേര്, സുധീർ കുമാർ സാർ എൻ്റെ മുഖത്ത് നോക്കി ചീത്ത പറഞ്ഞു. അപ്പുക്കുട്ടൻ സാറ് എന്ത് ചീത്ത പറഞ്ഞു? എൻ്റെ മുഖത്ത് നോക്കി ഒരു കുണ്ടി എത്ര ഗജം എന്ന് ചോദിച്ചു എന്ന്. സാറ് എല്ലാവരുടെയും മുമ്പ് വെച്ച് എന്നെ അടിച്ച് പിരിച്ച് നാശമാക്കി. ഇതുപോലെ അപ്പം ഞാൻ വെളിയിലൊക്കെ പറഞ്ഞിട്ടുള്ളത് വേറെ ഒന്നുമല്ല, ഇവർക്ക് ഈ പെൻസില്, മറ്റേ കളർ പെൻസിലൊക്കെ മറ്റു പിള്ളേർ കൈക്കൂലി കൊടുക്കും, ഞാൻ കൊടുക്കാത്തതുകൊണ്ടാണ് എൻ്റെ പേര് ഇതെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എന്നാലും നമുക്ക് ഒരു ആരാധന ഉണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, കഥാപ്രസംഗം, അതിഗംഭീരമായ കഥാപ്രസംഗം, അതിഗംഭീരമായിട്ട് പാടും. ഒരു നല്ല കലാകാരി ആയതുകൊണ്ട് നമുക്ക് അന്നേ ഒരു ബഹുമാനം ഉണ്ടായിരുന്നു, സ്നേഹം ഉണ്ടായിരുന്നു. ഇപ്പം ഈ വേദിയിൽ ഞങ്ങൾ ഒന്നിച്ചിരിക്കുകയാണ്. ഇനി കള്ള കഥകളെല്ലാം പറയുമെന്തോ. പറഞ്ഞ ആരോപണങ്ങളൊക്കെ സത്യമാണെന്ന് വിചാരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഇവിടെ കാണും. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഉള്ള കാര്യം, എപ്പോഴെങ്കിലും മല്ലിക ചേച്ചി ഒരു ഭയങ്കര ജാടക്കാരിയാണെന്ന് ആർക്കെങ്കിലും ഇവിടെ തോന്നിയിട്ടുണ്ടോ? വെറുതെ ആരെങ്കിലും പറയുന്നത് അതാ സത്യം കണ്ട ഇല്ലാതെ. ഞാൻ ഒരു ജാടയും കാണിച്ചിട്ടില്ല. മോനിറ്റർ എന്ന് പറഞ്ഞാൽ 8 വയസ്സുള്ളപ്പോഴത്തെ സംഗതിയാണ് ഈ പറഞ്ഞ കഥയൊക്കെ. അപ്പോൾ സാറ് പറഞ്ഞിട്ട് പോകും, ഞാൻ വരുന്നിടം വരെ ഇവിടെ സംസാരിക്കുന്ന, കുസൃതി കാണിക്കുന്ന ആൾക്കാരുടെ പേരെഴുതി വയ്ക്കാൻ. എപ്പോൾ ക്ലാസ്സിൽ സാറില്ലയോ 2 സൂമാർ, ഒന്ന് സുധീർ കുമാർ, മറ്റേ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇപ്പോൾ റിട്ടയർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, എനിക്ക് പേടി പറയാൻ. അതുകൊണ്ട് അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഇവർ 2 പേരും ഇവിടെ ബെഞ്ചിൻ്റെ മുകളിൽ കയറുക, താഴെ ഇറങ്ങുക, ഭയങ്കര ബഹളം ക്ലാസ്സിൽ. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? സാറിൻ്റെ മേശയുടെ അടുത്തൊരു സ്റ്റൂൾ ഇട്ടതാണ് ഞാനിരിക്കുന്നത്. എഴുതി വയ്ക്കും സുധീർ കുമാർ, സുഗുണൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, കൂടുതൽ വിശദീകരിക്കത്തില്ല. ഇവർ 2 പേര് ഇങ്ങനെ, പിന്നെ എന്തെങ്കിലും ചെറിയ അപ്പോൾ സാറിഞ്ഞോട്ട് വരും, സുധീറെ എപ്പോൾ പേരെഴുതിയാലും നിങ്ങളുടെ പേരാണ് ഇത് ആദ്യം വരുന്നത്, ഈ ക്ലാസ്സിൽ മര്യാദയ്ക്ക് ഇരിക്കാൻ അറിഞ്ഞൂടെ? എടുത്ത വായിലേ പറഞ്ഞു കൊടുത്തു. അത് ഒരുപാട് പേര് സംസാരിക്കും. പക്ഷേ ഈ മൂട്ടിൽ റബ്ബറൊക്കെ വെച്ച പെൻസിലില്ലേ സാറേ, അത് എന്തൊക്കെയോ കൊണ്ടുവന്ന് അവർക്ക് കൈക്കൂലി കൊടുക്കും. അതാണ് അവരുടെ പേര് എഴുതാത്തത്. ഞാൻ കണ്ടിട്ട് പോലും ഇല്ല അന്ന് മൂട്ടിൽ റബ്ബർ വെച്ച പെൻസില്. പിന്നെ അതിൻ്റെ തൊട്ട് മുമ്പിൽ ഒരു മണിയൻ എന്ന് പറഞ്ഞ ഒരാളിൻ്റെ കടയിൽ ഈ ശർക്കര മിഠായിയുമായിട്ട് കിട്ടും, 5 പൈസയുള്ളൊരു മിഠായിക്ക്, അത് കൊണ്ട് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് ഇല്ലാത്ത കഥ. ഇതുപോലെ ഇൻസ്റ്റൻ്റായിട്ട് തമാശ കഥകൾ ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരു വ്യക്തി ഇന്നും സിനിമയിലില്ല. സത്യം. എല്ലാവരും വിചാരിക്കും, അന്നൊക്കെ ഞങ്ങളൊക്കെ വിചാരിച്ചു കുഞ്ചനൊക്കെയാണ് എന്ന്. ഇവിടുന്ന് പോയി കഴിയുമ്പോൾ കേൾക്കാം, രേഖയെക്കുറിച്ചും എന്നെക്കുറിച്ചും അടുത്ത കഥ കേൾക്കാം, മിക്കവാറും കേൾക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു. പിന്നെ